അതൊരിക്കലും ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതൊക്കെ അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. അത് നമ്മൾ ഒഴിവാക്കി പോയ ആൾക്കാർ തിരിച്ചു വരുന്ന സമയം, നമ്മൾ അവോയ്ഡ് ചെയ്ത ആൾക്കാർ നമ്മളിലേക്ക് തിരിച്ചു വരുന്ന സമയമുണ്ട്. നമ്മളെ മനസ്സിലാക്കാത്ത ആൾ തിരിച്ച് മനസ്സിലാക്കുന്നൊരു സമയം വരും. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നിമിഷം നമ്മൾ ലൈഫിൽ വന്നതിന് വളരെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ലക്ഷ്യയിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു, അതെനിക്ക് ഷെയർ ചെയ്യുന്നു. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കാനും ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം പല സബ്ജക്റ്റും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് റിവൈസ് ചെയ്യാനാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് ലക്ഷ്യയുടെ ഒരു ബ്രോഷർ എനിക്ക് കണ്ടത്. അപ്പോൾ അതിൽ എല്ലാ ക്ലാസ്സും എല്ലാ ഫാക്കൽറ്റി നല്ല പ്രഗത്ഭരായ ഫാക്കൽറ്റീസൊക്കെ വെച്ചിട്ട് നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അതിൽ ത്രൂ ഔട്ട് എല്ലാ നല്ല ഫാക്കൽറ്റീസും നല്ല ക്ലാസ്സും എല്ലാം നല്ല അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു എന്താ പറയുക, പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ കൂടി അവിടെ നിന്ന് കിട്ടി. അതോടെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. 4 ദിവസത്തെ പാസ്സാവുക എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ ബാക്കിയുള്ള ടീം എഫേർട്ട്. ഇപ്പം നമുക്കതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ബാക്കി നമ്മൾ ഫാക്കൽറ്റീൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കാൻ ഒരാളായി. നേരെ മറിച്ച് ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും ചോദിക്കാൻ ആളുണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ 4 ദിവസം ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നമ്മൾ അതിൽ ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, റിവൈസ് ചെയ്യാനൊരു ബെസ്റ്റ് ടൈമായിരുന്നു. 4 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് നമുക്ക് 4 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ സെൽഫായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും 4 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട് ഒരു 4 ആഴ്ച വരും ചിലപ്പോൾ ആ സബ്ജക്റ്റ് കവർ ചെയ്യാൻ. നേരെ മറിച്ച് ആ ഒരു ക്ലാസ് 4 ദിവസം കൊണ്ട് ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റ് തീർക്കാൻ കഴിയും. അത് ലക്ഷ്യം നല്ല എഫക്റ്റീവായിട്ടാണ് ആ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തത്. ഇതിപ്പോൾ കറക്റ്റുള്ള എന്താ പറയുക, ഞാൻ പാസ്സായ പല സബ്ജക്റ്റും പല ഏരിയയിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ എക്സാമിൽ ഓർമ്മ വരുന്നത് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയും. വെറും ക്ലാസ് കേട്ടിട്ട് നമുക്ക് ഒരേ കാര്യം നമുക്ക് ഒരേ രൂപത്തിൽ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പല കാര്യം പല ടൈപ്പിൽ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതായത് നവംബറിലത്തെ റിസൾട്ട് വരുന്നത് ജനുവരി ഏകദേശം ആ സമയത്താണ്, ജനുവരി സമയത്താണ്. പിന്നീട് എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുക, എവിടെ നിന്നാണ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നറിയണില്ല. ചെറിയ മാർക്കിനാണ് ഞാൻ ഫെയിലായി പോകുന്നത്. കാരണം CA എക്സാമും അറിയാം, ഒരു പേപ്പർ പോയാൽ ബാക്കിയുള്ള പേപ്പറും നമുക്ക് എഴുതേണ്ടി വരും. അങ്ങനെ ഒരു പേപ്പറിൽ മാർക്ക് കുറവായത് കൊണ്ടാണ് ഞാൻ ഫെയിലായത് നവംബർ അറ്റംപ്റ്റിൽ. അങ്ങനെ എവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ IIC ലക്ഷ്യയുടെ ഒരു ബ്രോഷർ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ പല സബ്ജക്റ്റും 4 days 1 week അങ്ങനെ ഓരോ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് കാരണം ഓൾറെഡി നമ്മൾ ക്ലാസ്സൊക്കെ സെറ്റിൽഡാണ്. നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനി റെഗുലറായിട്ടോ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഫാസ്റ്റ് ട്രാക്ക് മോഡൽ അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഷ് മോഡലുള്ള ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയത്തിൻ്റെ ഉള്ളിൽ സിലബസ് തീർക്കണം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് റിവൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഇനി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എവിടുന്ന് തുടങ്ങണം എന്ന് അറിയുന്നില്ല. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരും. പിന്നെ കൂട്ടത്തിൽ എല്ലാവരും ആകുമ്പോൾ കൂട്ടത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു പോകും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് ഇവിടുത്തെ ക്ലാസ്സിന് ശേഷം വീട്ടിൽ വന്നിട്ട് സെൽഫായിട്ട് നമ്മൾ പഠിക്കും. ഇവിടെ കിട്ടിയ ഫ്രണ്ട്സ്, പഠിച്ച് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, അവരോടൊക്കെ ചോദിച്ച് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഇവരോട് ചോദിക്കും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരാളുണ്ട്, അമൽ ഉണ്ണികൃഷ്ണൻ, CA ഉണ്ണികൃഷ്ണൻ. ഞങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്ത ആളാണ്. ഇവിടുത്തെ ഫാക്കൽറ്റിയാണെന്ന് എനിക്കറിയാം. ഇവനാണ് ഞാൻ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഓരോ സബ്ജക്റ്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണമെന്ന് വാട്സപ്പിൽ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് ആ ഒരു കോൺഫിഡൻസാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം. CA ജേണിയിൽ അമൽ ഉണ്ണികൃഷ്ണൻ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. പിന്നെ എനിക്ക് മറക്കാൻ പറ്റും എന്താ പറയുക, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ ഫിനാൻഷ്യലായിട്ട് കുറേ ഹെൽപ്പ് ചെയ്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരെനിക്കും ഈ സമയത്ത് മറക്കാൻ കഴിയില്ല. പിന്നെ എൻ്റെ കൂടെ അധ്യാപകന്മാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ പല രൂപത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ദിവസം വരാനുണ്ട്. എൻ്റെ ലൈഫിൽ +2 SSLC ഒക്കെ വളരെ മാർക്ക് കുറവാണ്. ബിലോ ആവറേജ് വേണമെങ്കിൽ പറയാം.
+2 ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ CA ജേണി ആരംഭിക്കുന്നത്. അപ്പോൾ ബിലോ ആവറേജ് ഉള്ള ആൾക്ക്, അതായത് ഒരു 60-70% ഉള്ള എനിക്ക് മാർക്കുള്ളത്, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പിന്നീടാണ് CA ജേണിയിൽ വരുന്നത്. അപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പല സമയം ഇപ്പോൾ എല്ലാവർക്കും ഒരേ സമയം പെട്ടെന്ന് പാസ്സാവണമെന്നുണ്ടാവില്ല. പല ആൾക്കാരും ജീവിതശൈലി, വീട്ടിലെ സപ്പോർട്ടും കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് അയാൾ ചില ആൾക്കാർ നേരത്തെ പാസ്സാവുന്നു, ചില ആൾക്കാർ ലേറ്റ് ആവുന്നു. ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടാവും. ആ സമയത്ത് എന്തായാലും നമ്മൾ തീർച്ചയായും പാസ്സായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ആ സമയം എത്തുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാനുള്ളൊരു ക്ഷമ വേണം. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഒരു ദിവസം നമുക്കും വരും.